കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 22 9 മുതലുള്ള തിരുവചനങ്ങൾ. പാപം ചെയ്യാതിരിക്കുന്നതിനും വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കി മരിക്കാതിരിക്കുന്നതിനുമായി അവർ എൻ്റെ കൽപ്പന അനുസരിക്കണം. കർത്താവായ ഞാനാണ് അവരെ വിശുദ്ധീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, ബലിവസ്തു ഭോജിക്കുന്നതിനെ പറ്റിയുള്ള ചില അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ കർത്താവ് നൽകുകയാണ്. ഏറ്റവും വിശുദ്ധിയോടും വിശുദ്ധമായ ഒരു സാഹചര്യത്തിലുമാണ് ബലിവസ്തുക്കൾ ഭക്ഷിക്കേണ്ടത്. ബലിവസ്തുക്കളെ നാം കൈകാര്യം ചെയ്യുന്നത് ബലിയായിത്തീരുന്ന ക്രിസ്തുവിനെ സ്പർശിക്കുന്നത് പോലെ തന്നെയാണ്. ആർക്കാണോ നാം ബലിയർപ്പിക്കുന്നത് ആ ദൈവം തന്നെയാണ് ബലിവസ്തുവായി നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് അത്രമേൽ വിശുദ്ധിയോടും പ്രാധാന്യത്തോടും കൂടി വേണം ആ ബലിയർപ്പണം നടക്കാനായിട്ട് എന്ന് വചനം ഓർപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തലം, പാപം ചെയ്യാതിരിക്കുന്നതിനും വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കി മരിക്കാതിരിക്കുന്നതിനുമായി കർത്താവിൻ്റെ കൽപ്പനകൾ ഓരോ വ്യക്തിയും പാലിക്കണം. അപ്പോൾ വിശുദ്ധി പാലിക്കുന്നതും ദൈവ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കാൻ ആവശ്യമായ കൃപ നമ്മിലേക്ക് ഒഴുകുന്നത് ഈ ഒരു അനുസരണത്തിൻ്റെ മേഖലയിലാണ്. ആ വിശുദ്ധി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ ദൈവമായി കണ്ട് അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കുകയുള്ളൂ. അത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ദൈവ കൽപ്പനകൾ പാലിക്കുക എന്നാൽ ആ കൽപ്പനകൾ നൽകിയ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് നമ്മോട് പറയുന്നത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവനാണ് എൻ്റെ കൽപ്പനകൾ ഒരിക്കലും നമുക്കൊരു ഭാരമല്ല. പലപ്പോഴും നാം ചിന്തിച്ചു കൂട്ടുന്നത് നമ്മുടെ നിയന്ത്രണ പരിധികൾ ആ കൽപ്പന മൂലം ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് നമുക്കാർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. നമ്മുടേതായ മേഖലകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് കർത്താവിൻ്റെ ഹൃദയത്തോടുള്ള ആ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധം നിശ്ചയിക്കുന്നത് എത്രമാത്രം കൽപ്പനകൾ ഇവൻ അനുസരിക്കുന്നു എന്നുള്ളതിലാണ്. ദൈവികമായ കൽപ്പനകളെ അതിൻ്റേതായ രീതിയിൽ ആ വിശുദ്ധിയിൽ കാണുവാൻ കർത്താവിൻ്റെ വചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവികമായ ഒരു ഒരുക്കം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മരണക്കിടക്കയിൽ അങ്ങനെയൊരു സമയത്താണ് ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും വന്നുപോയിട്ടുള്ള പിഴകളെയും ഒക്കെ നാം ഓർക്കുന്നത്. കൽപ്പനകൾ പാലിക്കാതെ പോയ സമയങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൽപ്പനകൾ പാലിക്കുക എന്നാൽ ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം. സ്നേഹമില്ലാതെ ഒരിക്കലും ഈ കൽപ്പനകൾ പാലിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നിയമത്തിൻ്റെ കണ്ണുകളിൽ ഇതെല്ലാം അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഇതെല്ലാം വളരെ ശ്രേഷ്ഠമാണെന്നും കർത്താവ് ആ കുറവുകളെ ഏറ്റുപറയണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പിഴവുകളെയും കുറവുകളെയും ഒക്കെ നമുക്ക് ഏറ്റുപറയാം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ആദർശിച്ച്.